ശ്രീരാമജയം. നമസ്കാരം. മഹാബലിയുടെ കഥ കേരളത്തിൽ എങ്ങനെ എത്തി? മഹാബലി കേരളത്തിൽ ജീവിച്ചിരുന്നയാളല്ല, കേരളത്തിന്റെ ചക്രവർത്തിയല്ല എന്ന് പറയുകയാണെങ്കിൽ ഇത്രയും ശക്തമായിട്ടുള്ള ഒരു വിശ്വാസം എങ്ങനെയാ കേരളത്തിലേക്ക് എത്തിയത്? ഈ കഥ എവിടെന്നെങ്കിലും വരണല്ലോ. ഒരു വിശ്വാസം ശക്തമാവാൻ ഒരുപാട് യുക്തികളൊന്നും ആവശ്യമില്ല. അത് ഈ വിശ്വാസമാണല്ലോ, അതിനൊരുപാട് യുക്തികളുടെ ഒന്നും ആവശ്യമില്ല. അത് വന്ന ആ ഒരു ഒരു ഐതിഹ്യം മറ്റൊരു ദേശത്തിലേക്ക് സഞ്ചരിക്കാൻ പല കാരണങ്ങളും ഉണ്ടായിരിക്കാം. അതിൽ ഒരു കാരണം ഇതായിരിക്കാം, ഇതിങ്ങനെയാണ് എന്നങ്ങോട്ട് പറയല്ല. ഒരു ഒരു കാരണം, ചരിത്രപരമായ ഒരു കാരണം ഇതായിരിക്കാം എന്ന ഒരു ആശയം പങ്കുവെക്കുക മാത്രമാണ് ഈ സന്ദർഭത്തിൽ ഇവിടെ ചെയ്യുന്നത്. അതായത് ഭൃഗുകച്ഛം, ഗുജറാത്തിലെ ഭൃഗുകച്ഛം എന്ന നർമ്മദയുടെ തീരത്തുള്ള ഭൃഗുകച്ഛമാണ് ബലിചക്രവർത്തിയുടെ രാജധാനിയായിട്ട് പുരാണങ്ങൾ പറയുന്നത്. ഈ ഭൃഗുകച്ഛം എന്നുള്ളത് പശ്ചിമഘട്ടവുമായി വളരെ അടുത്ത് കിടക്കുന്ന ഒരു സ്ഥലമാണ്. അടുത്തെന്ന് പറഞ്ഞാൽ 10-80 കിലോമീറ്റർ അപ്പുറത്താണ്. കേരളത്തിലുള്ള സഹ്യപർവ്വതം അവസാനിക്കുന്നത് ഗുജറാത്തിലെ ഭൃഗുകച്ഛത്തിനോടൊക്കെ ചേർന്നാണ്. ഭൃഗുകച്ഛത്തിലാണെന്നല്ല, അവിടെ 80 കിലോമീറ്റർ ദൂരത്താണ്. അപ്പോ ആ സഹ്യപർവ്വതത്തിൽ ലഭിക്കുന്ന സുഗന്ധദ്രവ്യങ്ങളുടെയും മറ്റും കച്ചവടത്തിന് അഥവാ കയറ്റുമതിക്ക് ആ ദേശക്കാർ ഏറ്റവും കൂടുതൽ ആശ്രയിച്ചിരുന്നത് ഭൃഗുകച്ഛത്തെയായിരുന്നു, അഥവാ ഇന്നത്തെ ബറൂച്ച് ആയിരുന്നു. AD 1-ാം നൂറ്റാണ്ടിലോ 2-ാം നൂറ്റാണ്ടിലോ മറ്റോ എഴുതപ്പെട്ടത് എന്ന് വിശ്വസിക്കുന്ന ഒരു ചരിത്ര ഗ്രന്ഥമുണ്ട്, പെരിപ്ലസ് ഓഫ് ദി എരിത്രിയൻ സീ. ഗ്രീക്ക് കാരണമാണോ മറ്റോ ഇതെന്ന് പറയപ്പെടുന്നത്. അതില് ഈ ഭൃഗുകച്ഛം അഥവാ ബറൂച്ച് എന്ന സ്ഥലത്തെ കുറിച്ച് കൃത്യമായി പറയുന്നുണ്ട്. പെരിപ്ലസ് ഓഫ് ദി എരിത്രിയൻ സീ എന്ന ഗ്രന്ഥത്തിൽ ഭൃഗുകച്ഛത്തിന് പറയുന്ന പേര് ബറിഗാസ എന്നാണ്. ബറിഗാസ എന്ന് പറയുന്ന വലിയ ഒരു തുറമുഖത്തെ കുറിച്ച് പറയുന്നുണ്ട്. അപ്പൊ അവിടുന്ന് പശ്ചിമഘട്ടത്തിൽ നിന്നുള്ള മുത്തും അല്ലെങ്കിൽ രത്നം അല്ലെങ്കിൽ സുഗന്ധദ്രവ്യങ്ങളും വ്യഞ്ജനങ്ങളെല്ലാം കയറ്റുമതി ചെയ്യാൻ വേണ്ടി ആളുകൾ ആശ്രയിക്കുന്ന ഈ ഒരു തുറമുഖ നഗരത്തെ കുറിച്ച് പറയുന്നുണ്ട്. മാത്രമല്ല അതിൽ തന്നെ പ്രധാനപ്പെട്ട ഒരു സംഗതി എന്താന്ന് പറഞ്ഞാൽ, ഈ ബറിഗാസ എന്ന് പറയുന്ന തുറമുഖവും, ബറിഗാസയിലേക്ക് ആഴക്കടൽ തുറമുഖമാണ്. വിദേശ രാജ്യങ്ങളിൽ നിന്ന് കപ്പലുകൾ നങ്കൂരമിടുന്നത് ബറിഗാസയിലാണ്. അത് ബറിഗാസയുടെ തീരത്തല്ല, ബറിഗാസയുടെ തീരത്ത് അത് വലിയ ഈ നർമ്മദയുടെ അഴിമുഖം എന്ന് പറയുന്നത് ഏറ്റവും വേലിയിറക്കമുള്ള സ്ഥലമായതുകൊണ്ട് അവിടുത്തെ രാജാവ് എന്താ ചെയ്യാന്ന് പറഞ്ഞാൽ, ചെറിയ കപ്പലുകളിൽ മീൻപിടുത്തക്കാരുടെ ചെറിയ വഞ്ചികളിലാണ് അവിടുന്ന് ആളുകളെയും വസ്തുക്കളെയും എല്ലാം അങ്ങോട്ടും ഇങ്ങോട്ടും കൊണ്ടുപോയിരുന്നത്. ശരി, അപ്പോൾ ഈ ആഴക്കടലിൽ നങ്കൂരമിട്ടിരുന്ന ബറിഗാസ പോർട്ടിൽ നങ്കൂരമിട്ടിരുന്ന കപ്പലുകൾ വിദേശ രാജ്യങ്ങൾക്ക്, പ്രത്യേകിച്ച് യൂറോപ്പിലേക്കെല്ലാം നാവിഗേഷന് വേണ്ടി പോകുന്ന ആ കപ്പലുകളിലേക്ക് ഭാരതത്തിന്റെ മറ്റു ഭാഗങ്ങളിൽ നിന്നും മറ്റു പല ഭാഗങ്ങളിൽ നിന്നുമുള്ള സുഗന്ധവ്യഞ്ജനങ്ങളെല്ലാം കയറ്റുമതി ചെയ്യുവാൻ വേണ്ടി പലപ്പോഴും ആശ്രയിച്ചിരുന്ന ഒരു തുറമുഖം കൂടിയായിരുന്നു ബറിഗാസ അഥവാ ഭൃഗുകച്ഛം അഥവാ ബറൂച്ച്. മാത്രമല്ല, രസകരമായ കാര്യം, ഈ ബറിഗാസ എന്ന് പറയുന്ന തുറമുഖവും കേരളത്തിലെ തുണ്ടിസ് എന്ന് പറയുന്ന തുറമുഖവുമായി മുച്ചിരിയുമായും തുണ്ടിസുമായും വളരെ അടുത്ത ബന്ധമുണ്ടായിരുന്നു എന്ന് പറയുന്നതും പെരിപ്ലസ് ഓഫ് ദി എരിത്രിയൻ സീ എന്ന് പറയുന്ന ചരിത്രഗ്രന്ഥമാണ്. അപ്പോ ഈ ആഴക്കടൽ സമുദ്രയാനമായിരുന്നില്ല, തീരദേശത്തോടു കൂടി ചേർന്നുള്ള കപ്പൽ സഞ്ചാരമായിരുന്നു ബറിഗാസയിൽ നിന്ന് തുണ്ടിസിലേക്ക്. ഈ തുണ്ടിസ് എന്ന് പറയുന്ന തുറമുഖം പൊന്നാനിയുടെയും കടലുണ്ടിയുടെയും ഇടയിലുള്ള, അല്ലെങ്കിൽ പൊന്നാനി അതുപോലെ തന്നെ കടലുണ്ടി, ഈ രണ്ട് അഴിമുഖങ്ങൾ ചേർത്താണ് പറയുന്നത് എന്ന ഒരു അഭിപ്രായം ഡോക്ടർ MGS നാരായണൻ പറഞ്ഞിട്ടുണ്ട്. എന്തായാലും പഴയ പൊന്നാനിക്ക് തുണ്ടിസ് എന്നാണ് പേര് എന്ന് ചരിത്രകാരന്മാർക്ക് ഒരു അഭിപ്രായമുണ്ട്. അപ്പൊ മുച്ചിരിയുമായും തുണ്ടിസുമായും ബറിഗാസ എന്ന് പറയുന്ന ഭൃഗുകച്ഛത്തിന് അഥവാ ബറൂച്ചിന് ബന്ധമുണ്ടായിരുന്നു ചരിത്രപരമായി തെളിയിക്കപ്പെട്ടിട്ടുള്ള വസ്തുതയാണ്. അപ്പോൾ ഭൃഗുകച്ഛത്തിലെ അഥവാ ബറിഗാസയിലെ അഥവാ ബറൂച്ചിലെ ഏറ്റവും പ്രശസ്തമായ ഐതിഹ്യമാണ് ഏറ്റവും നന്നായി രാജ്യം ഭരിച്ചിരുന്ന ബലിചക്രവർത്തിയും ആ ബലിചക്രവർത്തിയുടെ അഹങ്കാരത്തെ ഇല്ലാതാക്കുവാൻ വേണ്ടി അവതരിച്ച മഹാവിഷ്ണു എന്ന വാമനാവതാരമൂർത്തിയുടെയും കഥ. സ്വാഭാവികമായി തന്നെ മനുഷ്യന്മാർ കച്ചവടത്തിലൂടെ കൊടുക്കൽ വാങ്ങൽ നടക്കുമ്പോൾ, കച്ചവടം മാത്രമല്ല, ഗുഡ്സ്
ഗുഡ്സ് ആൻഡ് സർവീസസ് മാത്രമൊന്നുമല്ലല്ലോ, ആശയങ്ങളും കഥകളും എല്ലാം കൈമാറ്റം ചെയ്യപ്പെടാം. അങ്ങനെ ഭൃഗുകച്ചത്തിൽ നിന്നും വാണിജ്യാവശ്യങ്ങൾക്ക് വേണ്ടി കേരളത്തിലേക്ക് വന്ന കപ്പലുകളിലൂടെ അവിടെ നിന്ന് കയറി ഇങ്ങോട്ട് വന്ന കഥയായിരിക്കാം രാജ്യം ഭരിച്ചിരുന്ന ഉത്തമനായ ഭരണാധികാരിയായ ബലിയുടെ അഹങ്കാരത്തെ ഇല്ലാതാക്കാൻ അവതരിച്ച വാമനന്റെയും കഥ എന്ന് ഊഹിക്കുന്നതിൽ തെറ്റില്ല. അത് അങ്ങനെയാണ്, അത് അങ്ങനെ മാത്രമാണ് എന്ന് സമർത്ഥിക്കുന്നുമല്ല. അങ്ങനെ കാരണം എന്തെന്ന് പറഞ്ഞാൽ ഈ നമ്മൾ ഇന്ന് പറയുന്ന കേരളത്തിന്റെ മഹാബലിയുടേതായിട്ടുള്ള ഐതിഹ്യം എവിടെയും കേരള ചരിത്രത്തിൽ തന്നെ എവിടെയില്ല. വളരെ വളരെ അടുത്ത കാലത്ത് മാത്രമാണ് കേരളം മഹാബലിയും വാമനനും തമ്മിൽ ചേർത്ത് വെച്ചിട്ടുള്ള കേരളത്തിന്റെ ഈ ഓണാഘോഷവുമായിട്ടുള്ള ഐതിഹ്യം. ഓണവും മഹാബലിയും വാമനനും ചേർത്ത് വെച്ചിട്ടുള്ള ഒരു ഐതിഹ്യം കേരളത്തിൽ വന്നിട്ട് ഒരുപാട് നൂറ്റാണ്ടുകളൊന്നും ആയിട്ടില്ല. അതിനും മുൻപുണ്ടായിരുന്ന 2000 വർഷം പഴക്കമുണ്ട് പെരിപ്ലസ് ഓഫ് ദ എരിത്രിയൻ സീ എന്ന ഗ്രന്ഥത്തിന്. അപ്പൊ തീർച്ചയായിട്ടും അവിടുന്ന് വന്നതായിരിക്കാം എന്ന് അനുമാനിക്കാനേ തരമുള്ളൂ. അതല്ലാതെ മഹാബലിയും കേരളവുമായി യാതൊരു ബന്ധവും ഇന്ന് നാം വിശ്വസിച്ചു വരുന്ന കേരളത്തിന്റെ ഓണാഘോഷവുമായി ഇല്ല എന്ന് ഒരിക്കൽ കൂടി നാം ഉറപ്പിച്ചു പറയുന്നു. എല്ലാവർക്കും നമസ്കാരം.